കഥാവായ യേശുവിൻ്റെ നിസ്തുല തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ ഇസ്രായേൽ ജനം മോശയോട് നിലവിളിക്കുകയാണ്. മോശയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ വണ്ണം ഇസ്രായേൽ ജനം എല്ലാവരും ഞങ്ങളായിരുന്ന ഈജിപ്തിൽ തന്നെ ആയിരുന്നാൽ മതിയായിരുന്നല്ലോ, എന്തിന് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നു എന്നെല്ലാം നിലവിളിക്കുമ്പോൾ മോശ തിരിച്ച് അവരോട് പറയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് വരുത്തുവാനിരിക്കുന്ന രക്ഷ എന്തെന്ന് നിങ്ങൾ കണ്ടുകൊള്ളുവിൻ. ഇന്ന് യഹോവ തന്നെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇന്ന് കണ്ട മിസ്രയീമ്യരെ നിങ്ങൾ ഇനി മേലാൽ കാണുകയില്ല. ആ ജനം നിലവിളിപ്പാനുണ്ടായിരുന്ന സന്ദർഭം അപ്പോൾ മോശ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം അവരോട് പറയുന്നു, ഇന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷയെ നിങ്ങൾ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽപ്പിൻ. നിങ്ങൾ പരാതി പറഞ്ഞ് നിങ്ങൾ നിലവിളിക്കാതിരിപ്പിൻ. നിങ്ങൾ പിന്തിരിഞ്ഞ് ഓടാതിരിപ്പിൻ. ഹല്ലേലൂയ. ആ വാക്കിൻ പ്രകാരം മോശ ജനത്തെ ഉറപ്പിക്കുകയും ആ ചെങ്കടലിന് നേരെ തൻ്റെ കയ്യിലിരുന്ന വടി നീട്ടുകയും ചെയ്യുമ്പോൾ യഹോവ കിഴക്കൻ കാറ്റ് അടിപ്പിച്ചു. ആ ചെങ്കടലിനെ 2 ഭാഗത്താക്കി മതിൽ പോലെ നിർത്തുകയും ആ ഇസ്രായേൽ ജനം കടന്നു പോവുകയും ചെയ്തു. അവിടെ മോശ ഒരു കാര്യം പറയുന്നുണ്ട്, ഇന്ന് കണ്ട മിസ്രയീമിനെ നീ ഇനിമേലാൽ കാണുകയില്ല. ഹല്ലേലൂയ. ദൈവം ആ വാക്കിൻ പ്രകാരം എന്ത് ചെയ്തെന്നോ പ്രിയമുള്ളവരെ, ആ പിന്തുടർന്ന് വന്ന ഫറവോനെയും കൂട്ടരെയും ആ കടലിൽ ദൈവം മുക്കി കൊന്നുകളഞ്ഞു. എന്നേക്കുമായി ആ ഭീകരനായിരുന്ന ഫറവോനെയും കൂട്ടരെയും ദൈവം അവിടെ മുക്കിക്കളഞ്ഞു. ഇസ്രായേൽ ജനം തങ്ങളുടെ വാഗ്ദത്ത ദേശത്തിലേക്ക് കടന്നുപോയി. ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന ചില വ്യക്തികളോട് പറയട്ടെ, ചിലതിനെല്ലാം നിങ്ങൾ ഭയപ്പെടുന്നു, ചിലതെല്ലാം നിങ്ങളെ വെല്ലുവിളിക്കുന്നു, ചിലതെല്ലാം നിങ്ങളെ പിന്തുടരുന്നു, ചിലത് നിങ്ങളെ മുക്കിക്കളയുവാൻ തക്കവണ്ണം നിൽക്കുന്നു. നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ വയ്യ, പുറകോട്ട് പോകാൻ വയ്യ, വശങ്ങളിലേക്ക് ഒരു സ്ഥലത്തേക്ക് പോകാൻ വയ്യാതെ വണ്ണം കുരുക്കിലകപ്പെട്ടതുപോലെ ഇരിക്കുന്ന ചിലരോട് പറയട്ടെ, മോശ പറഞ്ഞതുപോലെ ഇന്ന് ദൈവം നിങ്ങൾക്ക് വരുന്ന രക്ഷയെ നിങ്ങൾ കണ്ടുകൊള്ളുവിൻ. ഹല്ലേലൂയ. ഇന്നലെ വരെ നിങ്ങളെ ഭരിച്ചു കൊണ്ടിരുന്ന ആ പ്രതിസന്ധിയിൽ നിന്ന്, ആ വെല്ലുവിളിയിൽ നിന്ന് കർത്താവ് നിങ്ങളെ വിടുവിക്കുക തന്നെ ചെയ്യും. ഇന്ന് കണ്ട മിസ്രയീമിനെ കാണാതെ വണ്ണം, ആ വെല്ലുവിളികൾ നിങ്ങളോട് അടുക്കാതെ വണ്ണം, നിങ്ങളുടെ തലമുറകളെ അത് തൊടാതെ വണ്ണം, ചില വ്യക്തികളിൽ നിന്ന്, ചില സാഹചര്യങ്ങളിൽ നിന്നുള്ള നിങ്ങൾക്ക് നേരിടുന്ന എല്ലാ വിഷമതകളിൽ നിന്ന് കർത്താവ് ഇത് പകൽക്കാലം നിങ്ങളെ പുറത്തെടുക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും നിലവിളിക്കുന്നതിന് പകരം ദൈവസന്നിധിയിൽ ആശ്രയിച്ച് ഉറച്ചു നിൽക്കുവാനുള്ള വലിയൊരു വിശ്വാസം വരട്ടെ. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആ പ്രശ്നത്തിൽ നിങ്ങളെ ദൈവം മുക്കിക്കളയുകയില്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി നിശ്ചയമായും എഴുന്നേൽക്കും. അതിനുവേണ്ടി വിശ്വാസത്തോടെ വചനം പറഞ്ഞ് മുട്ടുമടക്കി പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുവാൻ ചില പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് പകൽക്കാലവും കർത്താവ് സഹായിക്കട്ടെ. ആമേൻ.